നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് കോലാഹലം കഴിഞ്ഞ് അതിൻ്റെ പരാജിതനെന്ന് പറയപ്പെടുന്ന പിണറായിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് പിണറായിയെ എങ്ങനെയെങ്കിലും രാജിവെപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പാർട്ടിക്കുള്ളിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരുമൊക്കെ ഇങ്ങനെ ആഞ്ഞ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിലത് പറയണ്ടേ. പിണറായിയെ അവമതിക്കുന്നവർ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പഴയ ചാരക്കേസിൻ്റെ നാൾ വഴികൾ ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതായിരിക്കും. അത് ഇതുപോലൊരു ലോക്സഭാ തോൽവി കഴിഞ്ഞ തവണയും സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ആ കടമ്പയും കടന്നാണ് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പിണറായി കേരളത്തിൽ ആദ്യമായിട്ട് തുടർഭരണം നേടിയതെന്ന് ഓർക്കുക. അത് പിണറായിയുടെ മാത്രം ക്രെഡിറ്റ് ആയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇന്നോളം സംഭവിച്ചിട്ടുള്ളതുപോലെ പിണറായി വിരുദ്ധർ വീണ്ടും തോൽക്കുമോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ചിലത് ഓർക്കുന്നത് നന്നായിരിക്കും. ചാരക്കേസ് കത്തി നിൽക്കുന്ന ഒരു കാലം കോൺഗ്രസിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന് വേണ്ടി മലയാളത്തിലെ ഒരു പത്രാധിപരോട് ചാരക്കേസിൻ്റെ മറുപുറം നേരിൽ കണ്ട് വിശദീകരിക്കുന്നു. ചാരക്കേസ് തള്ളിക്കൊണ്ടുള്ള CBI റിപ്പോർട്ടും പത്രാധിപർക്ക് കൈമാറുന്നു. പത്രാധിപർ ചാരക്കേസ് എഴുതിക്കൊണ്ടിരുന്ന സ്വന്തം പത്രത്തിൻ്റെ ലേഖകനെ നേരിൽ വിളിപ്പിച്ച് കാര്യം ധരിപ്പിച്ചു. ലേഖകൻ പറഞ്ഞു, വലിയ പത്രങ്ങളടക്കം ചാരക്കേസ് ഉണ്ട് എന്ന് എഴുതുന്നു. ഇതിപ്പോൾ നമ്മൾ ചാരക്കേസ് കള്ളക്കഥയാണെന്ന് എഴുതിയാൽ ഒഴുക്കിനെതിരെ തുഴയിലാകും. അതിനുള്ള ശേഷി നമ്മുടെ ചെറുകിട പത്രത്തിനില്ല എന്നും അതിനാൽ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകുകയാണ് നല്ലത് എന്നും നാം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും ആ ലേഖകൻ്റെ വാദമുണ്ടാകുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പത്രാധിപർ അത് അംഗീകരിക്കുന്നു. അന്ന് ചാരക്കഥകൾ കിട്ടാൻ സോഴ്സ് ഒന്നും തേടിപ്പോകേണ്ടതുണ്ട്, അതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തെ ചില ലേഖകർ തന്നെ ചെറുകിടക്കാർക്കടക്കം അത്തരത്തിൽ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സാഹോദര്യം ചാരക്കേസിലല്ലാതെ വേറൊരു കേസിലും നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടോ. ഈ കഥ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് ന്യായീകരിക്കാനാണ്. ഒഴുക്കിനെതിരെ നീന്തലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബദൽ, അതായത് മാധ്യമങ്ങളെല്ലാം, അതായത് ദേശാഭിമാനി ഒഴിച്ചുള്ളതാണ് കേട്ടോ, പിണറായിയെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുകയാണ്. അത് കേൾക്കാൻ അദ്ദേഹം അർഹനാണ് താനും, അതില്ല എന്ന് പറയുന്നില്ല. അത്രയ്ക്ക് താൻ പോരുമയുണ്ട് പിണറായിക്ക്. അദ്ദേഹം ഇന്ന് രാജിവെക്കും, നാളെ രാജിവെക്കും എന്നെല്ലാം എഴുതിയും പറഞ്ഞുമൊക്കെ പോരു കൂട്ടുകയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ. പക്ഷെ ഒരു കാര്യം തറപ്പിച്ച് പറയാം, അടുത്തെങ്ങും പിണറായി രാജിവെക്കില്ല. കേന്ദ്ര കമ്മിറ്റി അത് ആവശ്യപ്പെടുകയുമില്ല. CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത വർഷം ആദ്യത്തോടെ സമ്മേളനങ്ങൾ തീരും. അപ്പോഴെങ്ങാനും അദ്ദേഹം ഒഴിഞ്ഞെങ്കിലായി, അല്ലാതെ ഇപ്പോൾ ഇല്ല കേട്ടോ. അതിനേ സാധ്യതയുള്ളൂ. അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടാമെന്ന് വെച്ചാൽ നടക്കില്ല. കാലങ്ങളായി പാർട്ടിയുടെ അമരക്കാരനാണ് ഈ പിണറായി. പിണറായിയുടെ സംഭാവനകൾ പാർട്ടിക്ക് മറക്കാനാകില്ല എന്ന് പാർട്ടി തന്നെ പറയുന്നു. കുന്തമുനയേറ്റ് നിൽക്കുന്ന പിണറായിയെക്കുറിച്ച് മറ്റൊരു വീക്ഷണം അവതരിപ്പിക്കുകയാണ് നമ്മൾ ഇതിലൂടെ. വേണമെങ്കിൽ അങ്ങനെ പറയാം. പിണറായിയെ അവമതിപ്പിക്കുന്നവരോട് ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായല്ലേ രണ്ടാമതും ഒരു മുന്നണി തന്നെ അധികാരത്തിലേറുന്നത് എന്ന്? അതിൻ്റെ ക്രെഡിറ്റ് പിണറായിക്ക് മാത്രമുള്ളതല്ലേ? തുടർച്ച പ്രതിപക്ഷം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല എന്നറിയാമല്ലോ. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാക്കാൻ എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കുകയല്ലേ വെള്ളിടി പോലെ തുടർച്ച ജനം പിണറായിക്ക് നൽകിയത്? ആ മന്ത്രിസഭയുടെ കാലത്ത് ഭരണത്തെ ചുറ്റിപ്പറ്റി ആക്ഷേപങ്ങളിലായിരുന്നു. രമേശ് ചെന്നിത്തല ഒരു ഒന്നാന്തരം പ്രതിപക്ഷ നേതാവല്ലായിരുന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു? 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDF അല്ലേ നേടിയത്. എന്നിട്ടും അടുത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി അവിശ്വസനീയമായിട്ടാണ് അധികാരം പിടിച്ചത്. പിന്നെ അദ്ദേഹത്തെപ്പറ്റിയും കുടുംബാംഗങ്ങളെപ്പറ്റിയുമുള്ള ആക്ഷേപങ്ങൾ. പിണറായിയിൽ സ്വന്തം വീട് വെച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ആഘോഷങ്ങളൊക്കെ. വർഷം കുറേയായി പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഇത്തരത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിനെതിരെ പലതരം അന്വേഷണ ഏജൻസികൾ വന്നു. രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിയുടെയോ കുടുംബങ്ങളുടെയോ രോമത്തിൽ തൊടാൻ കഴിഞ്ഞോ? പിണറായിക്കോ കുടുംബാംഗങ്ങൾക്കോ കുരുക്ക് വീഴുമെന്ന് CPM നേതൃത്വം വിശ്വസിച്ചിരുന്നു എന്നത് സത്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ബദൽ മാർഗങ്ങൾ വരെ CPM ചിന്തിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പിണറായി വീണില്ല എന്നുള്ളതാണ്. ശൈലി മാറ്റിയുമില്ല. മാറ്റാവുന്ന ശൈലിയല്ല അതെന്ന് പറയട്ടെ. പിണറായി അങ്ങനെയാണ്. ക്ഷിപ്രകോപി. അനിഷ്ടം തോന്നിയാൽ അപ്പോൾ തന്നെ മറുപടി കൊടുത്തേ അടങ്ങൂ. മാധ്യമങ്ങൾക്ക് മുന്നിൽ വഴങ്ങാത്ത വ്യക്തിത്വം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ കൂടി പറയാം. അന്ന് കോട്ടയത്തായിരുന്നു പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹം പ്രസംഗിക്കവേ അപ്രതീക്ഷിതമായിട്ട് കനത്ത മഴ പെയ്യുകയുണ്ടായി. സമ്മേളനം നടന്ന നെഹ്റു സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. ജനം ആരവം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. തൻ്റെ പ്രസംഗം തടസ്സപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ പിണറായിക്ക് നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം പറഞ്ഞു, കള്ളു കുടിച്ചാൽ വയറ്റിൽ കിടക്കണം. അതിൻ്റെ ആവേശമല്ല സമ്മേളനത്തിൽ കാണിക്കേണ്ടത്, ഇമാതിരി ശബ്ദമുണ്ടാക്കുകയല്ല വേണ്ടത് എന്ന് പിണറായി വിജയൻ അന്ന് ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞു. ജനം ഞെട്ടിപ്പോയി. പിന്നെ ഉണ്ടായത് സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. അതാണ് പിണറായി. അത് പിണറായിക്കേ കഴിയൂ. എന്നിട്ടും CPM അധികാരം പിടിച്ചു. പിണറായി മുഖ്യമന്ത്രിയുമായി ആ നിലപാടുകൾ മാറില്ല എന്ന് പറയാനേ പറ്റൂ.
പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ദയനീയമായി പരാജയപ്പെട്ടു എന്നത് നേരാണ്. CPMൻ്റെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. ആ വോട്ടുകൾ UDFന് കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അത് പക്ഷേ BJPയിലേക്കാണ് പോയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 7 വോട്ടുകൾ. അത് പിണറായിയോടുള്ള വിരോധം കൊണ്ടാണോ? അല്ലെന്നാണ് കണ്ടെത്തൽ. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അടിസ്ഥാന വർഗ്ഗങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു. അത് CPMന് അപകടകരമാണ്. ബംഗാളിൽ ഇങ്ങനെയായിരുന്നു തുടക്കമെന്ന് ശത്രുക്കളടക്കം പ്രചരിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകുമോ ഈ കാര്യങ്ങളൊക്കെ? ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതിലെ പ്രതിപക്ഷെ പിണറായി അല്ല എന്നേ വീക്ഷണം. പക്ഷേ ആ സമയം ഇവിടെ BJP വളർന്ന് CPMൻ്റെ ചെലവിലായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഒരു ഒഴുക്കായിരുന്നു, അതൊരു ഒഴുക്കായിരുന്നു. അതും ബദ്ധശത്രുതയിലുള്ള BJPയിലേക്ക് പാർട്ടിക്കാരുടെ ഒരു ഒഴുക്ക്. BDJസിൻ്റെ നിലപാട് കൊണ്ട് കോട്ടയത്ത് സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗുണം കിട്ടിയില്ല എങ്കിലും ആ പാർട്ടിയുടെ നിലപാട് കേരളമാകെ CPMന് തിരിച്ചടിയായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ കേരളം ചിന്തിച്ചിരുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ പരാജയം BJPക്ക് വളമാകുമെന്നാണ്. എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടത് CPMൻ്റെ പരാജയം BJPക്ക് വളമായി എന്നാണ്. അതെങ്ങനെ തടയാമെന്ന് ചിന്തിക്കാതെ പിണറായിയെ കുറ്റം പറഞ്ഞിരുന്നാൽ BJP എത്തേണ്ടിടത്ത് എത്തുമെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇതിലൂടെ പറയാൻ ശ്രമിച്ചത് രണ്ടാം വട്ടവും അധികാരത്തിലേക്ക് എത്തിയ പിണറായി വിജയൻ എങ്ങനെ അഹങ്കാരിയാകാതിരിക്കുമെന്ന് കൂടി ചിന്തിക്കാം. പിണറായിയെ അവമതിക്കുന്നവർ, ഞാൻ പഴയ ചാരക്കേസിൻ്റെ ഒരു സൂചന നൽകിയതാണ്. ചിലപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം ഇങ്ങനെ ഒരു കാവ്യനീതി കാണിക്കുമെന്നുള്ളത് വിജയൻ മനസ്സിലാക്കണം. പിണറായിയിൽ നിന്ന് ഇവിടെ എത്തി കേരള രാഷ്ട്രീയത്തിൻ്റെ തൻ്റെ കൈക്കൊമ്പിളിലേക്കാക്കുമ്പോൾ അദ്ദേഹം മറന്നുപോയിരുന്നു താൻ കടന്നു വന്ന വഴികൾ, പിന്നിട്ട കാലങ്ങളൊക്കെ മറന്നുപോയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് അകന്ന് ബൂർഷ്വാസിയുടെ ഒരു പാർട്ടിയായി മാറുന്ന തരത്തിലേക്ക് തരംതാണു പോകുമ്പോൾ, അവിടെ ഏകാധിപത്യ പ്രവണത ഉണ്ടാകുമ്പോൾ, അവിടെ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോൾ, ഏകശിലാരൂപമായി പിണറായി വിജയൻ എന്ന വ്യക്തി മാത്രം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവർ പിന്നാക്കം പോയി. ആ പിന്നാക്കം പോകലാണ് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പിണറായിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവിടെ പിണറായി എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ രീതി അത് മാറ്റാതെ ഈ പാർട്ടിയിൽ ഇനി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നില്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കുന്നൊരു സ്വഭാവം പിണറായിക്കില്ല. ഇനി പോളിറ്റ് ബ്യൂറോയോ കേന്ദ്ര കമ്മിറ്റിയോ പോലും പിണറായിയോട് രാജിവെക്കാൻ പറയുകയുമില്ല. ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ അവസാനിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയപ്പെടുന്ന അടുത്ത വർഷം 2025 ജനുവരിയിലാണ്. ആ ജനുവരി കാലത്തിൽ എവിടെയെങ്കിലും സ്വന്തമായി അഭിപ്രായമുണ്ടായാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകാമെന്നല്ലാതെ അതുവരെ പിണറായി വിജയനെ തളയ്ക്കാൻ കരുത്തുള്ളവരാരും ഇന്ന് ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലില്ല. ആ വർഗശത്രുവിനെ തേടിയുള്ള യാത്രയാണ് CPM നടത്തുന്നത് എങ്കിൽ നടക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു സഖാവിലേക്ക് കേന്ദ്രീകൃതമാകുന്നു ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. അവിടെ യെച്ചൂരിയും പ്രകാശ് കാരാട്ടും അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ദേശീയ നേതാക്കൾ അടക്കം പിണറായിയുടെ പാതാരവിന്ദങ്ങളിൽ വീഴുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പാതാരവിന്ദങ്ങളിൽ വീഴുന്ന ഇവർക്കൊന്നും പിണറായിയോട് രാജിവെക്കുവാൻ, ഒരു വാക്ക് എതിർത്ത് പറയുവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത്. ഈ ഭരണം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഒരു ഭരണം പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു കോണിൽ പോലും ഈ പാർട്ടിക്കുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പിണറായി എന്ന് പറയപ്പെടുന്ന അവമതിപ്പുണ്ടാക്കിയ CPMകാരനെ വേണമെങ്കിൽ ജനങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷെ പാർട്ടിക്കാർക്ക് തള്ളിക്കളയണമെന്ന് തോന്നിയാൽ പോലും അതിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.